Hello dear students, ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സിന്റെ പാർട്ട് 4ലേക്കാണ് കടക്കുന്നത്. പാർട്ട് 4ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് റൂളിനെ കുറിച്ചാണ്. ഫേസ് ഇക്വിലിബ്രിയം ആണ്. ഫസ്റ്റ് നമുക്ക് ഫേസ് റൂൾ എന്താണെന്ന് നോക്കാം. In a heterogeneous system in equilibrium, the number of degrees of freedom F plus number of phases P are equal to the number of components C plus 2. അപ്പോൾ ഫേസ് റൂൾ എന്താണെന്ന് ചോദിക്കും. ഫേസ് റൂൾ അപ്പോൾ ഇത് ഓർത്തിരിക്കുക. P എന്ന് വെച്ചാൽ ഫേസ്, F എന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, C എന്ന് വെച്ചാൽ കമ്പണൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫേസ് റൂൾ പറഞ്ഞ് P പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു C പ്ലസ് 2 എന്നാണെന്നാണ് ഫേസ് റൂൾ പറയുന്നത്. എന്താണ്? P എന്ന് വെച്ചാൽ ഫേസ്, F ഡിഗ്രി ഓഫ് ഫ്രീഡം, C കമ്പണൻ്റ് ആൻഡ് എന്താണ്? അപ്പോൾ നമ്മളുടെ ഫേസ് റൂൾ P പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു C പ്ലസ് 2. ഇവിടെ കമ്പണൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് കമ്പണൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര കമ്പണൻസ് ഉണ്ട്, അതായത് പിന്നെ 1 കമ്പണൻറ്റ് സിസ്റ്റം ആണോ 2 കമ്പണൻറ്റ് സിസ്റ്റം ആണോ. ഇപ്പോൾ എന്താണ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് 3 ഫേസ് ഉണ്ടാകാം അവർക്ക് അല്ലേ. ഐസ്, ലിക്വിഡ്, വേപ്പർ 3 ഫേസ് ഉണ്ടാകാം. പക്ഷേ അവിടെ ഒരു കമ്പണൻ്റേ ഉണ്ടാവത്തുള്ളൂ, ഒരു ടൈപ്പ് എന്താണ് സബ്സ്റ്റൻസേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? ഹോമോജീനിയസ് ആൻഡ് ഫിസിക്കലി ഡിസ്റ്റിങ് പാർട്ട് ഓഫ് ദി സിസ്റ്റം ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെയുള്ള എല്ലാം ഗ്യാസസ് തന്നെയാണ്. അപ്പോൾ അത് ഒരു ഫേസിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷേ ഇപ്പം 2 ഇമ്മിസിബിൾ ലിക്വിഡ്സ് എടുക്കാന്നിരിക്കട്ടെ, കാർബൺ ടെട്രാക്ലോറൈഡും വാട്ടറും. അവിടെയാണെങ്കിൽ എന്താണ്? അവർ പരസ്പരം എന്ത് ചെയ്യില്ല, മിക്സ് ചെയ്യില്ല. അപ്പോൾ എന്താണ് അവിടെ 2 ഫേസസ് ഉണ്ട്. ഇനി കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണെങ്കിലോ, ഇപ്പോൾ എഥനോളും വാട്ടറും കംപ്ലീറ്റ്ലി മിസിബിൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെയും 1 ഫേസ് സിസ്റ്റമാണ്. അപ്പോൾ എത്രത്തോളം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എന്താണ് പാർട്ട് ഓഫ് ദി സിസ്റ്റം ഉണ്ടോ അതിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. കമ്പണന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡന്റ്ലി വേരിയബിൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. വേരിയബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ അതാണ് എന്ത്? കമ്പണൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം വാട്ടർ സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയാം എല്ലാം വാട്ടറാണ്, അപ്പോൾ അത് 1 കമ്പണന്റ് സിസ്റ്റമാണ്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര നമ്പർ ഓഫ് എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ യൂസ് ചെയ്യണമോ, ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വേരിയബിൾ ആണോ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്, ആ വേരിയബിൾസ് എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടോ അതാണ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഈ വേരിയബിൾസിന് എക്സാമ്പിൾ ആണ്. അപ്പം ഏതൊക്കെ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇത്രയാണ് P പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു C പ്ലസ് 2. അതാണ് നമ്മുടെ ഫേസ് റൂൾ പറയുന്നത്. One component system. When one component is the smallest number by means of which the composition of each space is expressed. അതായത് ഓരോ സ്പേസിന്റെയും കോമ്പോസിഷൻ നമുക്ക് ഈ ഒരു കമ്പണന്റ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റമാണ് എന്ത്? 1 കമ്പണന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. When F is minimum, P becomes maximum. നമുക്കറിയാം എന്താണ് ഇക്വേഷൻ എന്തായിരുന്നു നമ്മളുടെ? നമുക്കൊന്ന് ഇങ്ങനെ എഴുതാം, F is equal to C minus P plus 2 എന്ന് എഴുതാം. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ F മിനിമം ആവുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? P മാക്സിമം ആണ്. F മിനിമം ആണ് എന്താണ്? P മാക്സിമം ആവണം. ദി മിനിമം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ഇൻ എ സിസ്റ്റം ഈസ് 0. നമുക്കിപ്പോൾ ഏറ്റവും മിനിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാവാം? 0 ആണ് ഏറ്റവും മിനിമം ആയിട്ട് ഒരു സിസ്റ്റത്തിൽ വരാവുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം നമുക്ക് ഫേസ് റൂൾ വെച്ച് നമുക്ക് നോക്കിയാൽ നമുക്ക് എത്ര എന്താണ് ഫേസ് വരാൻ പറ്റുമെന്ന് നോക്കാം. അതായത് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആയിട്ട് കൊടുത്താൽ P ഇസ് ഈക്വൽ ടു കമ്പണന്റ് എത്രയാണ്? 1 കമ്പണന്റ് ആണ്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ 0 കൊടുത്തു പ്ലസ് 2 കൊടുത്തു. സോ എന്തുണ്ടാവും? 3 ഫേസസ് ഉണ്ടാകും. അപ്പോൾ അക്കോർഡിംഗ് ടു എന്താണ് ഫേസ് റൂൾ നമ്പർ ഓഫ് എന്താണ് ഫേസസ്, അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറവാണെങ്കിൽ നമ്പർ ഓഫ് ഫേസസ് എത്രയായിരിക്കും? 3 ആയിരിക്കും ഉണ്ടാവുക. ദസ് മാക്സിമം നമ്പർ ഓഫ് ഫേസസ് ഇൻ എനി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഈസ് ഓഫ് 1 കമ്പണന്റ് സിസ്റ്റം എന്താണ്? അതായത് ഒരു 1 കമ്പണന്റ് സിസ്റ്റം എടുത്തിട്ട് 0 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അവിടെ ഉൾക്കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഫേസസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. അതായത് 3യെക്കാട്ടിൽ കൂടുതൽ നമ്പർ ഓഫ് ഫേസസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഓർക്കുക 1 കമ്പണന്റ് സിസ്റ്റം ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഫേസസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി മാക്സിമം നമ്പർ ഓഫ് എഫ് എത്രയായിരിക്കും? മാക്സിമം നമ്പർ ഓഫ് എഫ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? P മിനിമം ആക്കണം. P മിനിമം ആക്കാന്ന് വെച്ചാൽ ഫേസ് എന്താവണം? ഒരു ഫേസ് എങ്കിലും ഉണ്ടാകണം അല്ലേ. അപ്പോൾ ഫേസിന്റെ വാല്യൂ 1 കൊടുക്കണം. അപ്പോൾ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? F is equal to
1 കമ്പോണന്റ് മൈനസ് എന്താണ് 1 ഫേസ് പ്ലസ് 2 എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് 1 0 പോവും, 2 വരും. അപ്പം നമ്പർ ഓഫ് ഡിഗ്രി മാക്സിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ് മാക്സിമം ഡിഗ്രി ഓഫ് ഫ്രീഡം. മിനിമം ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആണ്. മാക്സിമം നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? 3 ആണ്. മിനിമം നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? 1 കമ്പോണന്റ് സിസ്റ്റത്തിന്റെ 1 ആയിരിക്കും. ഇനി 1 കമ്പോണന്റ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് വാട്ടർ സിസ്റ്റം, സൾഫർ സിസ്റ്റം ഒക്കെ ഈ 1 കമ്പോണന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഈ കാണുന്നതാണ് വാട്ടർ സിസ്റ്റത്തിന്റെ നമ്മളുടെ എന്താണ് TP ഗ്രാഫ് എന്ന് പറയുന്നത്. വാട്ടർ സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കറിയാം 3 ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട് അല്ലേ? അതായത് ലിക്വിഡ് ടു വേപ്പർ, പിന്നെന്താണ് സോളിഡ് ടു വേപ്പർ, പിന്നെ ഒന്നെന്താണ് ലിക്വിഡ് ടു സോളിഡ് ടു ലിക്വിഡ്. ഇങ്ങനെ 3 ഇക്വിലിബ്രിയം ആണ് ഈ സ്റ്റേറ്റിലുള്ളത് അല്ലേ? സോളിഡ് ടു എന്താണ് ലിക്വിഡ്. നമുക്ക് ഈ ഓരോ കർവും നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ OA എടുത്തു കഴിഞ്ഞാൽ എന്താണ് ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം ആണ് എന്ത് വരുന്നത്? ഈ OA കർവ് എന്ന് പറയുന്നത്. ഈ OA കർവ് വരുമ്പോൾ നമുക്കപ്പോൾ നോക്കാം, അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ നോക്കാം. F is equal to C minus P plus 2 ആണ്. സോ ഇറ്റ് ഈസ് എ 1 കമ്പോണന്റ് സിസ്റ്റം. അപ്പോൾ സിയുടെ വാല്യൂ എന്താണ്? 1 വരും. ഫേസസ് 2 ഫേസസ് ഇല്ലേ? ലിക്വിഡും ഉണ്ട് ഗ്യാസും ഉണ്ട് ഇതിൻ്റെ അടുത്തല്ലേ? അപ്പോൾ എന്താണ് ഫേസ് എന്ത് 2 വരും പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ നമുക്ക് പറയാം OA കർവ് എന്താണ്? യൂണിവേരിയന്റ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീഡം എത്രയാണ് ഇവിടെ എന്ന് പറയാം? 1 എന്ന് പറയാം. അതേ കേസ് തന്നെയാണ് OCയും OBയും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എലോങ് ദി കർവ് നമ്പർ ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആയിരിക്കും. ഇനി നമുക്ക് ഈ ട്രിപ്പിൾ പോയിന്റ് എടുക്കാം. ട്രിപ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ ഈ 3 ഫേസസും കോഎക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? ട്രിപ്പിൾ പോയിന്റ്. ഈ ട്രിപ്പിൾ പോയിന്റ് വരുമ്പോൾ നമുക്ക് നോക്കാം F എങ്ങനെയായിരിക്കും നോക്കാം. F ഇസ് ഈക്വൽ ടു C മൈനസ് P പ്ലസ് 2 ആണ്. കമ്പോണന്റ് 1 ആണ്. ഫേസസ് എത്ര ഫേസസ് ഉണ്ട്? 3 ഫേസസ് ഉണ്ട് പ്ലസ് 2. അപ്പൊ എന്ത് വരും? ഇത് 0 വരും. അപ്പോൾ ഓർക്കുക ട്രിപ്പിൾ പോയിന്റ് വരുന്ന കേസിൽ എങ്ങനെയായിരിക്കും? ട്രിപ്പിൾ പോയിന്റ് വരുമ്പം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആയിരിക്കും. എലോങ് ദി കർവ് എങ്ങനെയായിരിക്കും? എലോങ് ദി കർവില് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് സിസ്റ്റം വരയ്ക്കാം, അതുപോലെ എന്താണ് സൾഫർ സിസ്റ്റം വരയ്ക്കാം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം 1 കമ്പോണന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് പോളിമോർഫിസം എന്ന് പറഞ്ഞത്. അതായത് ഇതേ ഉള്ളൂ. എന്താണ്? ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ സൾഫർ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? അതിന് ഒരു സബ്സ്റ്റൻസ് ആണ്, പക്ഷെ മോർ ദാൻ 1 ക്രിസ്റ്റലൈൻ ഫോംസ് ഉണ്ടാവും. ഇപ്പൊ സൾഫറിന്റെ കേസ് ആണെങ്കിൽ എന്തുണ്ട്? സൾഫർ മോണോക്ലിനിക്കും ഉണ്ട്, സൾഫർ റോംബിക്കും ഉണ്ട്. മോണോക്ലിനിക്കും ഉണ്ട്, റോംബിക്കും ഉണ്ട്. അപ്പം ഈ 2 ഫോംസും എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പം ഒരേ സബ്സ്റ്റൻസ് ആണെങ്കിലും എന്താണ് ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോംസിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഫിനോമിനെ പറഞ്ഞ പേരാണ് എന്ത്? ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെ പറഞ്ഞ പേരാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് എലമെന്റ്സ് ഇങ്ങനെ എന്താണ് പോളിമോർഫിസം കാണിക്കാം. ഇവരെ നമുക്ക് കോമൺ ആയിട്ട് അലോട്രോപ്പി എന്നും പറയാം. അവർ അലോട്രോപ്പിക് ഫോമിലേക്ക് മാറുന്നുണ്ടെന്ന് പറയാം. ഇനി ഈ ഒരു പോളിമോർഫിക് ഈ ഓരോ എന്താണ് മോണോക്ലിനിക്കും ഉണ്ട്, റോംബിക്കും ഉണ്ട് അല്ലേ? ഈ ഓരോ ക്രിസ്റ്റലൈൻ ഫോമിനെയും നമ്മൾ ഓരോ ഫേസസ് ആയിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? അതായത് സൾഫർ മോണോക്ലിനിക് ഒരു ഫേസ് ആണ്, സൾഫർ റോംബിക്ക് മറ്റൊരു ഫേസ് ആണ്. നമ്മൾ ഫേസ് ഡയഗ്രാം പഠിക്കുമ്പോൾ എന്താണ് ഈ സൾഫറിന്റെ കേസ് എടുക്കുമ്പോൾ സൾഫർ മോണോക്ലിനിക്ക് ഒരു ഫേസ് ആയിട്ടും സൾഫർ എന്താണ് റോംബിക് മറ്റൊരു ഫേസ് ആയിട്ടുമാണ് എടുക്കുന്നത്. ഇനി ഈ ഫസ്റ്റ് ഒരു ഫേസിൽ നിന്ന്, അതായത് ഒരു മോണോക്ലിനിക്കിൽ നിന്ന് റോംബിക് ആകാൻ എടുക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ്, ആ ഒരു ചേഞ്ചിന് വേണ്ട ടെമ്പറേച്ചറിനെ, ഒരു ഗിവൺ പ്രഷറിൽ ആ ചേഞ്ചിന് വേണ്ട ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. സൾഫറിന്റെ കേസ് എന്താണ്? 94.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം സൾഫർ സിസ്റ്റം എന്താണ്? ഒരു വൺ കമ്പോണന്റ് സിസ്റ്റം ആണ്. പക്ഷെ അവിടെ എന്തുണ്ട്? വേപ്പറിനും ലിക്വിഡിനും പുറമെ സോളിഡിന്റെ തന്നെ 2 ഫോം ഉണ്ട്. സോളിഡ് മോണോക്ലിനിക്കും ഉണ്ട്, സോളിഡ് റോംബിക്കും ഉണ്ട്. അപ്പൊ ഈ 2 സ്ട്രക്ചർ കൂടാതെ പിന്നെന്താണ്? സോളിഡും വേപ്പറും ഉണ്ട്. അപ്പൊ ഇത്രയും അടങ്ങുന്നതായിരിക്കും നമ്മളുടെ സൾഫർ സിസ്റ്റം. അപ്പം ഏതൊരു സിസ്റ്റം ആണ്, ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും സൾഫർ ആണെങ്കിലും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? 1 കമ്പോണന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്.
ഓക്കെ, അപ്പം ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണ് അതും കൂടി ഓർത്തിരിക്കുക. ട്രാൻസിഷൻ ടെമ്പറേച്ചറിന്റെ കേസിൽ അതുകൂടെ നല്ലപോലെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതാണ് ടു കമ്പോണന്റ് സിസ്റ്റം. ടു കമ്പോണന്റ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇനി ടു കമ്പോണന്റ് സിസ്റ്റം നോക്കാം. അതായത് കമ്പോണന്റ് നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പം നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം ഏറ്റവും മിനിമം വരാൻ പറ്റുന്നത് F is equal to 0 ആണ്. അങ്ങനെയാകുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഫേസസ് ഓഫ് ഇറ്റ് ഇൻ ടു കമ്പോണന്റ് സിസ്റ്റം എന്ത് വരും? 4 വരും അല്ലേ? P is equal to 4 വരും. ഇനി മാക്സിമം നമ്പർ ഓഫ് എഫ് എത്ര വരും? നമുക്കറിയാം ഒരു സിസ്റ്റത്തിൽ പി എപ്പോഴും ഏറ്റവും മിനിമം ആയിട്ടുള്ള പി എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? 3 വരും. അപ്പം മാക്സിമം നമ്പർ ഓഫ് എഫ് എന്ന് പറയുന്നത് 3 ആണ്. മാക്സിമം നമ്പർ ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഇനി നമുക്ക് എങ്ങനെ അതിനെ ഫേസ് ഡയഗ്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? നമുക്കറിയാം എന്താണ് നമ്പർ ഓഫ് ഫ്രീഡം എത്രയാണ്? 3 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഈ മൂന്ന് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് വേണം നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. അതായത് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻ, ഈ 3 വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫേസ് ഡയഗ്രത്തെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു സിമ്പിൾ ഫേസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഈ 3 എണ്ണം കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണത്തെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട്, ഇപ്പോൾ 1 2 3 ആണ്. 3 മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യിക്കും? അതിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ബാക്കി 2 വേരിയബിളും വെച്ചിട്ടായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്? പ്ലോട്ട് ചെയ്യുന്നത്, ഡയഗ്രാം ഉണ്ടാക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ PT ഡയഗ്രാം, പിയും ടിയും വെച്ചുള്ള ഡയഗ്രാം ആയിരിക്കും. ആ സമയത്ത് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ TC ഡയഗ്രാം ആയിരിക്കും, അവിടെ P എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. CP ഡയഗ്രാം ആയിരിക്കും, അവിടെ എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ കോമൺ ആയിട്ട് പക്ഷേ യൂസ് ചെയ്യുന്നത് TC ഡയഗ്രാം ആണ്. അതായത് ടെമ്പറേച്ചറും കോമ്പോസിഷനും വെച്ചുള്ള ഡയഗ്രാം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫേസ് ഡയഗ്രത്തിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം. ഇതാണ് റെഡ്യൂസ്ഡ് ഫേസ് റൂൾ പറയുന്നത്. അതായത് പറഞ്ഞു നമ്മൾ എന്താണ്, ഒരു കമ്പോണന്റിനെ നമ്മൾ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ ഒരു വേരിയബിളിനെ നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ട് ബാക്കി രണ്ടിനെയും വെച്ചാണ് എഴുതുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പം PT അല്ലെങ്കിൽ TC അല്ലെങ്കിൽ CP ഡയഗ്രാംസ് ആവുമ്പോൾ ഒരു വേരിയബിൾ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫേസ് റൂളിന് ചെറിയൊരു ചേഞ്ച് വന്ന് F' is equal to C minus P plus 1 എന്ന രീതിയിലാക്കും നമ്മുടെ ഇക്വേഷൻ. ഈ എഴുതുന്ന രീതിയിലുള്ള ഈ ഒരു ഇക്വേഷനെ പറഞ്ഞ പേരാണ് എന്ത്? റെഡ്യൂസ്ഡ് ഫേസ് റൂൾ. അവിടെ ഓർക്കുക, ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? അവിടെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് +1 വന്നത്. +2 വരുമ്പോഴാണ് നോർമൽ ഫേസ് റൂൾ. റെഡ്യൂസ്ഡ് ഫേസ് റൂൾ ആകുമ്പോൾ എന്താണ്? +C minus P plus 1 എന്നായിരിക്കും വരുന്നത്. ഇനി നിങ്ങൾക്ക് ടു കമ്പോണന്റ് സിസ്റ്റം പഠിക്കാനില്ല, നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. പക്ഷെ ഞാൻ 2 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നമുക്കത് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം നല്ലപോലെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് യൂടെക്റ്റിക് പോയിന്റ് ഉണ്ട്. അതായത് ഒരു ടു കമ്പോണന്റ് സിസ്റ്റത്തിൽ നമുക്ക് യൂടെക്റ്റിക് പോയിന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മളുടെ എയും ബിയിലെ ഏറ്റവും മിനിമം മെൽറ്റിംഗ് പോയിന്റ് കാണുന്ന പോയിന്റ് ഏതാണോ അതാണ് എന്ത്? ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണുന്ന പോയിന്റ് ആണ് എന്ത്? യൂടെക്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത്. യൂടെക്റ്റിക് വെച്ചിട്ട് ഈസി മെൽറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ആ കർവ് നോക്കിക്കഴിഞ്ഞാൽ ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണുന്ന ആ പോയിന്റ് ഏതാണോ അതാണ് എന്ത്? യൂടെക്റ്റിക് പോയിന്റ്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ടു കമ്പോണന്റ് സിസ്റ്റം നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തത് കാരണം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നമുക്ക് അവിടെ അതെടുത്ത് വീണ്ടും പഠിക്കാം. ഓക്കെ, ഇനി 3 കമ്പോണന്റ് സിസ്റ്റം, അതായത് 3 കമ്പോണന്റ് ആണ് അവിടെ വരുന്നത്. സിയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ എന്താണ്? F is equal to മിനിമം നമ്പർ ഓഫ് F എത്രയാണ്? 0 എടുത്താൽ F is equal to 0 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? F is equal to C minus P plus 2 ആണല്ലേ. F is equal to 0 ആകുമ്പോൾ കമ്പോണന്റ് എന്താണ്? 3 ആണ്. -P plus 2 എന്ന് വരും. P is equal to എന്തെന്ന് വരും? 5 എന്ന് വരും. അപ്പൊ എന്താണ്? മാക്സിമം ഫേസസ്, ഒരു 3 കമ്പോണന്റ് സിസ്റ്റത്തിന്റെ മാക്സിമം ഫേസസ് എത്രയാണ്? 5 ആണ്. മിനിമം നമ്പർ ഓഫ് എഫ് എത്ര വരും? അതായത് ഫേസ് 1 ആകുമ്പോൾ മിനിമം നമ്പർ ഓഫ് എഫ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. 3 കമ്പോണന്റ് സിസ്റ്റത്തിലെ മാക്സിമം നമ്പർ ഓഫ് എഫ് എത്രയാണ്? മിനിമം നമ്പർ ഓഫ് എഫ് എത്രയാണ്? മാക്സിമം നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? മിനിമം നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിച്ച് കാണാറുള്ളത്. നമ്മൾ ഒരു 3 കമ്പോണന്റ് സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രയാങ്കുലർ ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ABC അങ്ങനെ 3 കമ്പോണന്റ്സ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രയാങ്കുലർ ഗ്രാഫ് യൂസ് ചെയ്യാം. ഇതിൽ ഏതിലാണ് ഇപ്പോൾ A എന്ന പോയിന്റ് കാണുന്ന ഈ ഭാഗത്ത് എന്തായിരിക്കും? എയുടെ കോൺസെൻട്രേഷൻ മാക്സിമം ആയിരിക്കും, പ്യുവർ A ആയിരിക്കും. ഇവിടെ B കാണുന്നത് എന്തായിരിക്കും? പ്യുവർ B ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? പ്യുവർ C ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഈ ഭാഗത്ത് എന്തായിരിക്കും? ബിയുടെ കോൺസെൻട്രേഷൻ 0 ആയിരിക്കും. പിന്നെ ഇങ്ങനെ കൂടും, 10 20 കൂടി ഇവിടെ വരുമ്പോഴത്തേക്കും B കൂടും. പിന്നെ എയുടെ കാര്യം ഇവിടെ A
കൂടി 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 വന്ന് ഇവിടെ വരുമ്പോൾ എ മാക്സിമം ആവും. സിയുടെ കേസ് എന്ത് വരും? ഇതുപോലെ സി ഇവിടെ നിന്ന് 0 to തുടങ്ങി ഇവിടെ എന്താണ് ഇവിടെ വരുമ്പോൾ സിയുടെ കോൺസെൻട്രേഷൻ മാക്സിമം ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്കത് ഈ രീതിയിലൊരു ഗ്രാഫൊക്കെ കിട്ടും. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കർവിന് അകത്ത് എത്ര ഫേസ് ഉണ്ടാകും? 2 ഫേസസ് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഓർക്കുക, ഇൻസൈഡ് ദി കർവ് എന്താണ്? 2 ഫേസസ് ഉണ്ടാകും. ഔട്ട്സൈഡ് ദി കർവ് എത്രയേ ഉണ്ടാവുള്ളൂ? 1 ഫേസേ ഉണ്ടാകത്തുള്ളൂ. 1 ഫേസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്ലേറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഐസോതെർമൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് വരും. അതായത് എന്തായിരിക്കും? ഈ 2 ഫേസുകളും തമ്മിൽ എന്തായാലും ഇക്വിലിബ്രിയം ആകുന്ന ആ ഒരു പോയിന്റിനെ പറഞ്ഞ പേരാണ് എന്ത്? പ്ലേറ്റ് പോയിന്റ്. അല്ലെ പ്ലേറ്റ് പോയിന്റ് അല്ലെങ്കിൽ എന്താണ്? ഐസോതെർമൽ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ നമ്മുടെ എക്സാമിന് ചിലപ്പോൾ എന്താണ് ഇതെന്നായിരിക്കും ചോദിക്കുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് അതിന്റെ എന്താണ് കറക്റ്റ് ചിലപ്പം പറയുന്നത് യൂട്ടക്റ്റിക് പോയിന്റ്, പ്ലേറ്റ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, എന്താണ് ബോയിലിംഗ് പോയിന്റ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ 2 ഫേസും കൂടി ഇക്വിലിബ്രിയം ആവുന്നതാണ്. അതായത് ഈ ഒരു കോമ്പോസിഷൻ, നമ്മൾ ഈ പർട്ടിക്കുലർ കോമ്പോസിഷൻ എടുത്താൽ ഈ ഒരു കോമ്പോസിഷനിൽ എന്തായിരിക്കും? 2 ഫേസസ് ഇൻ ഇക്വിലിബ്രിയം ബിക്കം ഈക്വൽ അറ്റ് ദിസ് പോയിന്റ്. രണ്ടും എന്താണ്? ഈക്വൽ ആയിട്ട്, 2 ഫേസും ഈക്വൽ ആയിട്ട് എന്താണ്? ഇക്വിലിബ്രിയത്തിലായിരിക്കും ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടുക. അങ്ങനെ കിട്ടുന്ന ആ പോയിന്റിനെ പറഞ്ഞ പേരാണ് എന്ത്? പ്ലേറ്റ് പോയിന്റ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഐസോതെർമൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്നൊക്കെ നമുക്കിവിടെ പറയാനാകും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. The branch of science dealing with the study of thermodynamic properties of the system which are not in equilibrium and involve transport processes which are irreversible is termed as non-equilibrium or irreversible thermodynamics. അതായത് എന്താണ് ഇതെന്ന് വെച്ചാൽ ഇത് തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസിന്റെ സ്റ്റഡി തന്നെയാണ്. ഇവിടെ എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വരില്ല, അതുപോലെ തന്നെ ഇറിവേഴ്സിബിളും ആയിരിക്കും. അങ്ങനെ ഇറിവേഴ്സിബിൾ സ്റ്റേറ്റിലുള്ള നോൺ ഇക്വിലിബ്രിയമായുള്ള തെർമോഡൈനാമിക് സ്റ്റഡിയാണ് എന്ത്? ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ടേമാണ് എൻട്രോപ്പി പ്രൊഡക്ഷൻ. ദി എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് മാക്സിമം. ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. Hence, if such a system is not in equilibrium, the entropy will increase but may not decrease. അതായത് നമുക്ക് ഒരു എന്താണ് ഇക്വിലിബ്രിയം അല്ലാത്ത സ്റ്റേറ്റ് ആണെങ്കിൽ, ഇക്വിലിബ്രിയം അല്ലാത്ത സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഈ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും എന്ത് ചെയ്യില്ല? കുറയുകയില്ല. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം ലൈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് എൻട്രോപ്പി. This is termed as entropy production. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? നോൺ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം ഇക്വിലിബ്രിയം ആയിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എൻട്രോപ്പി ഓഫ് എന്താണ്? സിസ്റ്റം എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. പക്ഷെ ഇവിടെ നോട്ട് ഇക്വിലിബ്രിയം ആവുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? എൻട്രോപ്പി കൂടി 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 പോയിക്കൊണ്ടിരിക്കും. ഇക്വിലിബ്രിയം എത്താൻ ശ്രമിക്കുന്നത് എപ്പോഴാണ്? മാക്സിമം എൻട്രോപ്പി എത്തുമ്പോഴാണ് നമുക്ക് ഇക്വിലിബ്രിയം ആകുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ നോൺ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഇക്വിലിബ്രിയം ലൈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിങ് എൻട്രോപ്പി ആണ്. ആ ഒരു ടേമിനെ പറഞ്ഞ പേരാണ് എന്ത്? എൻട്രോപ്പി പ്രൊഡക്ഷൻ. നോൺ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരുന്ന ആ ഇൻക്രീസിങ് എൻട്രോപ്പി ആണ് പറയുന്നത് എന്ത്? എൻട്രോപ്പി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. First one, entropy production due to heat flow. If a system consists of several parts, then the total entropy is equal to the sum of the entropies of each part. അതായത് നമ്മൾ കുറേ പാർട്സ്, ഒരു സിസ്റ്റത്തിന് കുറേ പാർട്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ആ ഓരോ പാർട്ടിന്റെയും എൻട്രോപ്പിയുടെ സം ആയിരിക്കും. The change in entropy delta S can be split into 2 parts. നമുക്കിപ്പം ഡെൽറ്റ എസിനെ ds-നെ നമുക്ക് 2 പാർട്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് DES എന്നും DIS എന്നും. അതായത് ES എന്ന് വെച്ചാൽ എന്താണ്? എൻട്രോപ്പി ഡ്യൂ ടു ഇന്ററാക്ഷൻ വിത്ത് എക്സ്റ്റീരിയർ പാർട്ടുമായിട്ടുള്ള എന്താണ്? ഇന്ററാക്ഷൻ കൊണ്ടുണ്ടാകുന്ന എൻട്രോപ്പിയും ഇൻസൈഡ് സിസ്റ്റത്തിന്റെ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന എൻട്രോപ്പിയും. അപ്പം ഒരു എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റത്തെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് DESഉം DISഉം. ES എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റീരിയർ പാർട്ട് കൊണ്ടുണ്ടാകുന്ന എൻട്രോപ്പിയും ഇൻസൈഡ് സിസ്റ്റം ഉണ്ടാകുന്ന എൻട്രോപ്പിയും. അപ്പോൾ ഈ ഹീറ്റ് ഫ്ലോ കണ്ട് 2 രീതിയിലാണ് നമുക്ക് എൻട്രോപ്പിയെ തന്നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്. Entropy production arising from the transfer of heat from phase 2 to phase 1 as a result of temperature difference T2 minus T1. DIS എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്കറിയാം dQ by T ആണ് നമ്മളുടെ
എന്ത് ഡി എസ് എന്ന് പറയുന്നത് അല്ലേ ഡി ക്യൂ ബൈ ടി ആണ്. ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡി ഐ എസിനെ നമുക്ക് എന്ത് ചെയ്യാം T11 മൈനസ് ടി എന്താണ് 2 എന്ന് എഴുതാം അല്ലേ 1/T1 മൈനസ് 1/T2 എന്ന് എഴുതാം. അപ്പോൾ എൻട്രോപ്പി പ്രൊഡക്ഷൻ ഫ്രം യൂണിറ്റ് ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും അതായത് നമുക്ക് ഡി ഐ എസ് ഡിവൈഡ് ബൈ ഡി ടി ഡി ഐ എസ് ബൈ ഡി ടി എന്ന് നമുക്ക് പറയുന്നത് എൻട്രോപ്പി പ്രൊഡക്ഷൻ ഫ്രം യൂണിറ്റ് ടൈം. അതിനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡി ഐ ക്യൂ ബൈ ഡി ടി കൊണ്ട് എന്ത് ചെയ്യാം യൂണിറ്റ് ടൈമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. Okay, this equation shows that the entropy production sigma, entropy production ആണ് sigma, is the product of two terms. Product of two terms ആണ് എന്താണ് rate of heat transfer ഉം differentiate of state function ഉം ആണ് അല്ലേ. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റിനും അതുപോലെ എന്താണ് ടെമ്പറേച്ചറിന്റെ ഗ്രേഡിയന്റിനും തമ്മിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ എൻട്രോപ്പി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സിഗ്മ എന്ന് വെച്ചാൽ എന്താണ് ടു ടേംസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. The phenomenological relations, അതായത് വേരിയസ് ട്രാൻസ്പോർട്ട് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോമൺ ഫോർമാറ്റിൽ അതായത് J is equal to LX എന്ന് പറയുന്ന ഒരു കോമൺ ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹീറ്റ് ട്രാൻസ്ഫർ, മാസ് ട്രാൻസ്ഫർ, മൊമെന്റം ട്രാൻസ്ഫർ, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഇതിനെല്ലാം എന്താക്കാൻ പറ്റും ഈ ഒരു ഫോർമുലയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ജെ ക്യൂ ആണെങ്കിൽ എന്ത് എഴുതാം മൈനസ് കാപ്പ ഡി ടി ബൈ ഡി എക്സ് എന്ന രീതിയിൽ എഴുതാം. മൈനസ് കാപ്പ ഡി ടി ബൈ ഡി എക്സ് ഇതിനെ ഫോറിയേഴ്സ് ലോ എന്ന് പറയും. അപ്പോൾ ഈ ഓരോ ലോ എന്നിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം അല്ലെങ്കിൽ ഇക്വേഷൻ എന്നിട്ട് അതിന്റെ പേര് ചോദിക്കാം. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇനി മാസ് ട്രാൻസ്ഫർ ആണെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ആണ് ജെ എം ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഇൻറ്റു ഡി സി ബൈ ഡി എക്സ് ആണെങ്കിൽ എന്താണ് മാസ് ട്രാൻസ്ഫർ ആണ്. അതാണ് ഫിക്സ് ലോ എന്ന് പറയുന്നത്. മൊമെന്റം ട്രാൻസ്ഫർ ആണെങ്കിൽ മൈനസ് മ്യൂ ഇൻറ്റു എന്താണ് ഡി യു ബൈ ഡി എക്സ് ആണെങ്കിൽ അതാണ് ന്യൂട്ടൺസ് ലോ, മൊമെന്റം ട്രാൻസ്ഫർ ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ എന്ത് വരും മൈനസ് ലാംഡ ഡി ഇ ബൈ ഡി എക്സ് അതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണിത്. അപ്പം എന്തൊക്കെയാണ് ഫിനോമിനോളജിക്കൽ ലോസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് എന്ന് ഓർത്തിരിക്കുക. നമുക്ക് ജനറൽ ആയിട്ട് എന്ത് ചെയ്യാം ഫോഴ്സ് ഈസ് റെപ്രസെന്റഡ് ബൈ എക്സ്. നമുക്ക് ഫോഴ്സ് ഏത് ഫോഴ്സ് ആണ് അതിനെ നമുക്ക് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഫ്ലെക്സിനെ ജെ എന്ന് റെപ്രസെന്റ് ചെയ്താൽ ജെ ഇസ് ഈക്വൽ ടു എൽ എക്സ് ഈ ഒരു ഫോർമുലയിലാണ് നമ്മൾ ആ ട്രാൻസ്പോർട്ട് പ്രോസസ് എല്ലാം എഴുതുന്നത്. ഇവിടെ എൽ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ആണ് നോ ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ് ഓർ ജെ. എല്ലോ ജെയോ എന്താണ് ജെയോ എക്സോ ആയിട്ടൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു കോഎഫിഷ്യന്റ് മാത്രമാണ് എൽ എന്ന് പറയുന്നത്. ദീസ് കോഎഫിഷ്യന്റ് ഇൻ ഡിഫറെന്റ് റിലേഷൻഷിപ്സ് ആർ നോൺ ആസ് ഫിനോമിനോളജിക്കൽ കോഎഫിഷ്യൻസ് ആൻഡ് ദി ഇക്വേഷൻസ് ആർ നോൺ ആസ് ഫിനോമിനോളജിക്കൽ ഇക്വേഷൻസ് ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഇക്വേഷൻസിനൊക്കെയാണ് നമ്മൾ ഫിനോളജിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആ കോഎഫിഷ്യൻസിനെ ഫിനോമിനോളജിക്കൽ കോഎഫിഷ്യൻസ് എന്നും പറയുന്നു. These are not laws in the traditional usage of the term. They are phenomenological laws introduced to define the transport process. ഓരോ ട്രാൻസ്പോർട്ട് പ്രോസസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരു യൂഷ്വൽ ലോ ട്രഡീഷണൽ ലോ അല്ലിത്. ഇനി Onsager reciprocal relations. If one makes a proper choice of the flexes Ji and Xi, the metrics of phenomenological coefficient Lik would be symmetric ആയിരിക്കും. അതായത് നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മളൊരു എന്താണ് ട്രാൻസ്പോർട്ട് പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൽ വാല്യൂ LIK എന്ന് പറയുന്നതും LKI എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും എന്താണ് സിമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ ദീസ് ഐഡന്റിറ്റീസ് ആർ ടേംഡ് ആസ് എന്താണ് ഓൺസാഗർ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിലാണെന്ന് പറയാം. അതായത് എല്ലിന്റെ വാല്യൂ എന്താണ് LIKയും LKIയും സിമിലർ ആണെങ്കിൽ സിമെട്രിക് ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഐഡന്റിറ്റീസ് എന്താണെന്ന് പറയാം ഓൺസാഗർ റിലേഷൻഷിപ്പിലാണെന്ന് പറയാം, ഓൺസാഗർ റെസിപ്രോക്കൽ റിലേഷൻഷിപ്സിലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് ഫേസ് റൂളും അതുപോലെ തന്നെ പറഞ്ഞു എന്താണ് നോൺ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സിലെയും പോർഷനാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.